കേരളത്തിൽ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗീയത വർദ്ധിപ്പിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നുവെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് സജി മഞ്ഞക്കടമ്പിൽ കോട്ടയം പ്രസ് ക്ലബ്ബിൽ പറഞ്ഞു. എറണാകുളം പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലുണ്ടായ ഹിജാബ് വിവാദത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. രണ്ടു വിഭാഗങ്ങൾ തമ്മിലുള്ള വൈരാഗ്യം വളർത്താൻ ഷോൺ ജോർജും കൂടിച്ചേർന്നാണ് പ്രചരണം നടത്തുന്നത്. പൂഞ്ഞാറിൽ ആശാനായിരുന്ന ജോർജ് അവിടെ പരാജയപ്പെട്ട അന്നു മുതൽ ക്രൈസ്തവ മുസ്ലിം വിരോധം വർദ്ധിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അത് ജനം തിരിച്ചറിയണം. വർഗീയ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് നമുക്കറിയാം, അവിടെ ഒരു കുട്ടി ഹിജാബ് ധരിച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ PTA പ്രസിഡന്റ് ഇപ്പോൾ ആ NDAയുടെ ഒരു ഘടകകക്ഷിയുടെ ആളാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹം നേരെ ഷോൺ ജോർജിനെ വിളിച്ചു. ഷോൺ ജോർജ് വന്നു, ഷോ വെച്ചു. അപ്പോഴേ ബുദ്ധിപരമായി അവരൊരു കാര്യം ചെയ്തു. ആ സിസ്റ്ററെ കൊണ്ട് ഒരു കത്ത് എഴുതിച്ചു. അത് നേരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ വലിയ പ്രശ്നമാണ്, അതുകൊണ്ട് ഞാൻ സ്കൂൾ അടച്ചിടാൻ തീരുമാനമെടുത്തു. അങ്ങനെ ഇതൊരു വലിയ ഒരു വിഷയമായി ഇത് പുറത്തേക്ക് വരികയും രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ ആ ഒരു വൈരാഗ്യം വർദ്ധിപ്പിക്കുന്ന ഒരു പരിപാടി ഇതിലൂടെ ശ്രീ ഷോൺ ജോർജും കൂടെ കൂടി അവിടെ നടത്തി എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്ന് ഈ പ്രസ് മീറ്റ് ഇവിടെ നടത്തുവാൻ ആഗ്രഹിച്ചത്. ഇത് നമുക്കറിയാം, കഴിഞ്ഞ കുറേ കാലങ്ങളായി ശ്രീ ഷോൺ ജോർജിനും PC ജോർജും അവർക്ക് ഒറ്റ പ്രശ്നമുള്ളൂ. അവർ പൂഞ്ഞാറിൽ MLA ആയിരുന്നു ജോർജ്. കഴിഞ്ഞ 30 വർഷക്കാലത്തോളം അധികമായി അവിടുത്തെ മുസ്ലിം സഹോദരങ്ങൾ അദ്ദേഹത്തെ MLA ആക്കി. അവരുടെ ഒട്ടും അവരെ എല്ലാം ആളായിരുന്നു ആശാനായിരുന്ന ജോർജ് ഒരു സുപ്രഭാതത്തിൽ അവരുമായി തെറ്റേണ്ടി വന്നു. അവരെ മുഷിപ്പിച്ചു, അവരെ ചീത്ത വിളിച്ച് അവരുടെ ശത്രുവായി മാറിയ. അപ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെട്ട അന്ന് മുതൽ ഇവിടെ അദ്ദേഹത്തിന് ഒറ്റ അജണ്ടയേ ഉള്ളൂ. ഇവിടെ ക്രൈസ്തവ മുസ്ലിം വിരോധം വർദ്ധിപ്പിച്ചുകൊണ്ട് മറ്റു ചില ആളുകളെല്ലാം യോജിപ്പിച്ച് അല്ലെങ്കിൽ ക്രൈസ്തവരെ കൂടി ഇന്നിപ്പോൾ BJPയിലേക്ക് പൂർണ്ണമായിട്ട് അടുപ്പിക്കുവാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി മാത്രമാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഇത് അവസാനിപ്പിക്കുന്നത് ജനങ്ങൾ തിരിച്ചറിയണം. ഇവിടെ ഏത് വിഷയം ഉണ്ടായി, നമ്മൾ മൂവാറ്റുപുഴ ഒരു പെൺകുട്ടി, ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി ആത്മഹത്യ ചെയ്തപ്പോൾ നേരെ പറഞ്ഞത് ഷോണാന്ന് പറഞ്ഞത് ഇവിടെ മതപരിവർത്തന നിരോധന നിയമം വേണമെന്ന്. ഞാനന്ന് ചോദിച്ചാൽ മതപരിവർത്തന നിരോധന നിയമം വേണമെന്ന് അത് ഷോൺ പറയരുതായിരുന്നു. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞെങ്കിൽ അത് അന്തസ് വേണം അദ്ദേഹത്തിന് പറയാം. പക്ഷെ ഷോണ് മതപരിവർത്തനം നടത്തി വിവാഹം കഴിച്ച ആളത് പറഞ്ഞത് അത് തെറ്റായിപ്പോൾ നന്ദി ഞാൻ പറഞ്ഞയാളാണ്. അപ്പോൾ ഈ രണ്ട് തരം അല്ലെങ്കിൽ ഇരട്ടത്താപ്പ് നടത്തുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി, രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഇത്തരം കുതന്ത്രങ്ങൾ കാണിക്കുന്ന ആളുകളെ ജനങ്ങൾ തിരിച്ചറിയണം. ഇവിടെ ക്രൈസ്തവരും ഹൈന്ദവരും മുസൽമാനും എല്ലാവരും ഒന്നിച്ച് ജീവിക്കേണ്ട ഒരു സ്ഥലമാണ്.